തേടി കേരളത്തിലെത്തി ഒടുവിൽ കോഴിക്കോടുള്ള ബംഗാൾ സ്വദേശികൾക്ക് വേണ്ടി അവരുടെ തനത് രുചിയിൽ ഭക്ഷണം വിളമ്പുന്ന ഒരു ഹോട്ടൽ ആരംഭിച്ചു. അതാണ് കോഴിക്കോട് വലിയങ്ങാടിക്കകത്തുള്ള CM ബംഗാളി ഹോട്ടൽ. കോഴിക്കോട് വലിയങ്ങാടിക്കകത്ത് CM ബംഗാളി ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 വർഷമായി. ബംഗാളിൽ നിന്നും ജോലി തേടി കേരളത്തിലേക്കെത്തിയ മുഫാജിലാണ് ഹൽവ ബസാറിൽ ഹോട്ടൽ തുടങ്ങിയത്. പലയിടങ്ങളിൽ നിന്നായി ജോലിക്കെത്തുന്ന ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ കോഴിക്കോടുണ്ട്. ഇവർക്കെല്ലാം സ്വന്തം നാട്ടിലെ രുചി വിളമ്പിയാൽ എന്തെന്ന ആശയത്തിലാണ് ഹോട്ടൽ ആരംഭിച്ചത്. ആലു ചോപ്പ്, ചിക്കൻ പക്കോര, ധനിയ പക്കോര, ചില്ലി പക്കോര, അങ്ങനെ ഇവർ വീടുകളിൽ സ്ഥിരമായി കഴിക്കുന്ന അല്ലെങ്കിൽ അവരേറെ ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങളൊക്കെ ഈ ഹോട്ടലിൽ കിട്ടും. ഇങ്ങനൊരു ഹോട്ടൽ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരുപാട് പ്രയോജനമാണ്. स्नैक्स का दुकान था पहले, किचन रूम में स्नैक्स था. उसके बाद वो चावल का सेटअप किया. पहले स्नैक्स था, सिर्फ पूरी सब्जी और स्नैक्स रहता था, वो छोटा दुकान. उसके बाद ये खोला. हमारा उधर का बंगाली आदमी, हिंदी आदमी बहुत है इधर, तो उधर इन लोगों का इधर का खाना अच्छा नहीं लगता. वो दूर जाने के खाने के लिए दूर जाता है, बहुत दूर जाता है. इसलिए वो सोचा जब हम इधर एक शॉप खोलेंगे तो उन लोगों का अच्छा होगा, इधर आके खाएगा, सेल बढ़ेगा. इसलिए ऐसे सोचा, ऐसे शॉप खोला. ബംഗാൾ ഭക്ഷണത്തിൽ മസാല പ്രധാനമാണ്. കേരളത്തിലെ മസാല രുചി ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ബംഗാളി ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ എത്താറുണ്ട്. मीन्स ज़्यादा फर्क नहीं है, थोड़ा मसाला का फ़र्क है. इधर का मसाला जो खट्टा होता है ना, वो जो करी होता है इसमें मसाला ज़्यादा होता है और खट्टापन रहता है. हमारे उधर का सादा खाना होता है. इधर से अच्छा है केरला का खाना और इधर का खाना में. अभी जैसे कि इधर का खाना है तो हमारा मुर्ग का सेम मिलता है, हमारा उधर का जैसा. हमारे गांव जैसा सेम. सुबह में आएगा तो इधर से नाश्ता करके तो हिंदी वाला खाना मिलता है. सुपर. എന്നാൽ മലയാളികൾ കൂടുതൽ ഇവിടേക്ക് എത്താറുള്ളത് ബംഗാൾ രുചിയിൽ വിളമ്പുന്ന പലഹാരങ്ങൾ കഴിക്കാനാണ്. നല്ല ചായ, നല്ല കടികളാണ്. എന്താ പറയുക, സമൂസ, പിന്നെ ഒരു ബ്രെഡ് ഉണ്ടാവും, പിന്നെ പൂരി മസാല. അവധി ദിവസങ്ങളിലാണ് കടയിൽ തിരക്ക് കൂടുതൽ. ദൂരെ നിന്ന് പോലും ചിലപ്പോൾ തൊഴിലാളികൾ ആഹാരം കഴിക്കാനായി ഇവിടേക്ക് എത്താറുണ്ട്. പല ജോലികൾ തേടി കോഴിക്കോട്ടേക്കെത്തി ഇവിടെ ഇങ്ങനെ താമസിച്ചു വരുന്ന ഒരുപാട് ബംഗാൾ സ്വദേശികളും അതല്ലാതെ മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളും ഒക്കെയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടേതായ രുചിയിൽ ഭക്ഷണം വിളമ്പുന്ന ഒരു ഹോട്ടലാണിത്. ഏതായാലും വിജയകരമായിട്ടാണ് ഇതിങ്ങനെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. മനോജ് പയ്യന്നൂരിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.